മക്കളെ അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്ക് നമ്മൾ എടുക്കുന്നത് മൈനർ ആൻഡ് കോഫാക്ടർ. ഡിറ്റർമിനന്റ് എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് മൈനർ ആൻഡ് കോഫാക്ടർ ഓഫ് എ മാട്രിക്സ്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ടീച്ചർ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. ഇതിന് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ടോപ്പിക്കാണ്. എന്നാലും ഇതൊന്ന് വിട്ട് കളയുന്നില്ല, പറഞ്ഞിട്ട് പോവുകയാണ്. ജസ്റ്റ് ഒന്ന് പറയാം, എന്താണ് മൈനർ ഓഫ് എ മാട്രിക്സ്, എന്താണ് മൈനർ ഓഫ് എ മാട്രിക്സ്. ഓക്കെ, A11, A12, A13. ഇതൊരു 3x3 മാട്രിക്സ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ മൈനർ കാണാൻ പോവാണ്. മൈനർ എന്ന് പറയുന്നത് ഓരോ എലമെന്റിന്റെ മൈനറാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ എലമെന്റിന്റെയും മൈനറാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് എലമെന്റ് ആരാണ്? A11 അല്ലെ. അപ്പൊ A11ന്റെ മൈനറിനെ പറയുന്ന പേരാണ് M11. അതിന്റെ നൊട്ടേഷൻ എന്ത്? M11. A11 എന്ന് പറയുന്ന എലമെന്റിന്റെ മൈനർ നൊട്ടേഷൻ എന്ന് പറയുന്നത് M11. ഇനി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ A11 ഉൾപ്പെടുന്ന റോയും കളഞ്ഞു, കോളവും കളഞ്ഞു, രണ്ട് കളഞ്ഞില്ലേ. ഇപ്പൊ ഒരു സബ് മാട്രിക്സ് കിട്ടിയില്ലേ, അതിന്റെ ഡിറ്റർമിനന്റ്. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് ആര്? ഇതിന്റെ ഡിറ്റർമിനന്റ് എന്താണ്? A22, A23, A32, A33. ക്ലിയർ ആയല്ലോ. അപ്പൊ അടുത്തത് M12 എന്തായിരിക്കും? M12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ മൈനർ ഓഫ് ദ എലമെന്റ് A12. A12 ഉൾപ്പെടുന്ന റോയും കളയുക, കോളവും കളയുക. അപ്പൊ അതിന്റെ എന്താണ്? സബ് മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ്. അപ്പൊ അതുപോലെ Mij എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ മൈനർ ഓഫ് ദ എലമെന്റ് എന്താണ്? മൈനർ ഓഫ് ദ എലമെന്റ് Aij. നമ്മൾ എന്ത് ചെയ്യണം? Aij ഉൾപ്പെടുന്ന റോയും കോളവും ഒഴിവാക്കിയിട്ട് സബ് മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ്. ക്ലിയർ ആയി ചെയ്യുന്നു. 2x2 ആകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. എന്താണ്? A11, A12, A21, A22. ഓക്കെ, അപ്പൊ A11ന്റെ മൈനർ എന്ന് പറയുമ്പോൾ ആരാ വരിക? M11 ആരാ വരുന്നത്? കളഞ്ഞു. അപ്പൊ A22. അപ്പൊ A22 ആണ് ആരെന്ന് പറയുന്നത്? A11ന്റെ മൈനർ. അതായത് M11 എന്ന് പറയുന്നത് A22 ആണ്. നെക്സ്റ്റ് A12ന്റെ മൈനർ ആരാണ്? A12 ഉൾപ്പെടുന്ന റോയും കളഞ്ഞ് കോളവും കളഞ്ഞ് നമുക്ക് എന്താണ് കിട്ടുന്നത്? A21. അപ്പൊ M12 എന്ന് പറയുന്നത് ആരാണ്? A21. അത് കുറച്ചുകൂടെ എളുപ്പമാണ്, നമുക്ക് ചെയ്യേണ്ടത് മാത്രം. അപ്പൊ ക്ലിയർ ആയി വിചാരിക്കുന്നു. എല്ലാ എലമെന്റുകൾക്കും മൈനർ ഉണ്ട്. ഓരോ എലമെന്റുകളുടെയും മൈനർ കാണണമെന്നുണ്ടെങ്കിൽ ആ എലമെന്റ് ഉൾപ്പെടുന്ന റോയും കോളവും കളഞ്ഞാൽ കിട്ടുന്ന സബ് മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ്. അതാണ് എന്തെന്ന് പറയുന്നത്? മൈനർ ഓഫ് ദാറ്റ് എലമെന്റ്. ഇനി എന്താണ് നമ്മൾ മൈനർ കണ്ടുല്ലോ. മൈനർ എന്താണെന്ന് മനസ്സിലായി. കോഫാക്ടർ എളുപ്പമാണ്. അതിന്റെ ഓരോ മൈനറും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൊസിഷന്റെ സൈനും കൂടി ചേർത്ത് എഴുതി കഴിഞ്ഞാൽ എന്തായി? കോഫാക്ടർ മാട്രിക്സ് ആയി. ഒരു മൈനർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനപ്പം തന്നെ അതിന്റെ പൊസിഷന്റെ സൈൻ കൂടി വിട്ട് കൊടുക്കുക. ടീച്ചർ എക്സാമ്പിൾ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കിയത് 1 2 3 4 1 2 3 4. അപ്പൊ ടീച്ചർ എന്ത് ചെയ്തു? അതിന്റെ ഓരോന്നിന്റെ മൈനർ എഴുതി വെച്ചിരിക്കുകയാണ്. എന്താ മൈനർ എഴുതിയിരിക്കണേ? നോക്കൂ, 1ന്റെ മൈനർ ആരാ? 1ന്റെ റോയും കളഞ്ഞു, കോളവും കളഞ്ഞു. അപ്പൊ എന്താ വരും? 4. നെക്സ്റ്റ് എന്താണ്? 2. 2ന്റെ മൈനർ ആരാണ്? ഇങ്ങനെ കളഞ്ഞാൽ എത്ര വരിക? 3. ഇവിടെ മൈനസ് നോക്കണ്ട, കളഞ്ഞു. അടുത്ത 3യുടെ മൈനർ ആരാണ്? 2. ഇനി 4ന്റെ മൈനർ, 4ന്റെ റോയും കോളവും കളഞ്ഞു. അപ്പൊ ആരാ വരിക? 1. അപ്പൊ അതെല്ലാം എഴുതി. ഇതിപ്പോ മൈനർ മാത്രമായിട്ടുള്ളൂ. മൈനേഴ്സിന്റെ ഒരു മാട്രിക്സ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? കോഫാക്ടർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇവരുടെ പൊസിഷന്റെ സൈൻ അതിൽ ഇട്ട് കൊടുക്കുക. പൊസിഷന്റെ സൈൻ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടാവും ചോദിക്കണു. ആദ്യം പോസിറ്റീവ് എടുത്ത കാര്യമുണ്ടോ? വേണ്ട. പിന്നെ എന്ത് ചെയ്യാം? നെക്സ്റ്റ് നെഗറ്റീവ്. അപ്പൊ ഇവിടെ മൈനസ് കൊടുത്തു. ഇവിടെ പോസിറ്റീവ് ആയതിലൂടെ എന്താ വരിക? നെഗറ്റീവ്. ഇവിടെ നെഗറ്റീവിലൂടെ എന്താ വരിക? പോസിറ്റീവ്. അപ്പൊ ഇതാണ് കോഫാക്ടർ മാട്രിക്സ്. ഇത്രേ ഉള്ളൂ. മൈനറിനെ എന്ത് ചെയ്യുക? മൈനേഴ്സിനെ അവരുടെ പൊസിഷന്റെ സൈൻ കൂടി ഇട്ട് കൊടുക്കുക. ഇതാണ് എന്ന് പറയുന്നത് കോഫാക്ടർ മാട്രിക്സ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ നമുക്ക് അടുത്ത ടോപ്പിക്ക് കിടക്കാം. അഡ്ജോയിന്റ് ഓഫ് എ മാട്രിക്സ്. അഡ്ജോയിന്റ് ഓഫ് എ മാട്രിക്സ് നമ്മള് കോഫാക്ടർ മാട്രിക്സ് വരെ പഠിച്ചില്ലേ? മൈനർ കണ്ടു, കോഫാക്ടർ കണ്ടു, കോഫാക്ടർ മാട്രിക്സ് എഴുതി. അത്രയും എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അഡ്ജോയിന്റ് ഓഫ് എ മാട്രിക്സ് കാണാൻ എളുപ്പമാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. അഡ്ജോയിന്റ് ഓഫ് എ മാട്രിക്സ് എ, ക്യാപിറ്റൽ എ ആണ് മാട്രിക്സ് വിചാരിക്കുക, അല്ലെങ്കിൽ ക്യാപിറ്റൽ A B n by n മാട്രിക്സ് ആണെന്ന്
വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അഡ്ജോയിന്റ് ഓഫ് എ, അഡ്ജ് എ, ഇങ്ങനെയാണ് എഴുതുക. അഡ്ജോയിന്റ് ഓഫ് എ, അഡ്ജ് എ എന്നാണ് എഴുതാറുള്ളത്. which is equal to അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറയുന്നത് കോഫാക്ടർ ഓഫ് എ, അതായത് എ എന്ന് പറയുന്നതിന്റെ കോഫാക്ടർ മാട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ്. അതായത് കോഫാക്ടർ മാട്രിക്സ് വരെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനെ ട്രാൻസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന മാട്രിക്സ് ആണ് എന്ന് പറയുന്നത് അഡ്ജോയിന്റ് മാട്രിക്സ്. ഇതാണ് അതിന്റെ ഡെഫിനിഷൻ. എന്താണ് അഡ്ജോയിന്റ് മാട്രിക്സ് എന്ന് പറയുന്നത്? കോഫാക്ടർ മാട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോ പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജോയിന്റ് വെച്ച് ധാരാളം പ്രോബ്ലംസ് ഇൻവേഴ്സ് ഒക്കെ കാണുമ്പോൾ ഇത് ഭയങ്കര ഇന്നവിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ ഇതില് ഇൻവേഴ്സ് ഒക്കെ കാണുമ്പോൾ കുറെ ആവശ്യമുണ്ടേ. അപ്പോ ഇതില് അഡ്ജോയിന്റ് കാണാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കോഫാക്ടർ മാട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ് ആര്? അഡ്ജോയിന്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കോഫാക്ടർ കണ്ടുപിടിക്കണം. കോഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ അതിന് ആദ്യം ആരെ കാണണം? മൈനർ കണ്ടുപിടിക്കണം. അപ്പൊ മൈനർ കണ്ടുപിടിച്ച എല്ലാവരും പറക്കി എഴുതി അത് കഴിഞ്ഞ് എന്ത് ചെയ്യണു? കോഫാക്ടറിന് വേണ്ടി അവരുടെ സൈനൊക്കെ മാറ്റി പിന്നെ അതിനെ ട്രാൻസ്പോസ് ചെയ്ത് വരുമ്പോഴത്തേനും ഏതാണ്ട് ഒരു നേരം ആവും. അത്രയൊന്നും നേരം നമുക്കില്ല. ഡെഫിനേഷൻ ഒക്കെ ശരിയാണ്, അങ്ങനെ ചെയ്താൽ അഡ്ജോയിന്റ് കിട്ടും. പക്ഷെ നമ്മളിവിടെ ക്രാഷ് ആയതുകൊണ്ട് എൻട്രൻസിന് വേണ്ടി നമ്മൾ ഒരു ഷോർട്ടായിട്ട് നമ്മളൊരു സംഭവം പഠിക്കാണ്. അഡ്ജോയിന്റ് ഓഫ് എ കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു എക്സാമ്പിൾ ചെയ്ത് കാണിച്ചു തരാം. ടീച്ചറെ ശ്രദ്ധിച്ചിരിക്കുക, മക്കളെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഇത് പഠിക്കണം. ടീച്ചർ ഓരോ സ്റ്റെപ്പും വീണ്ടും വീണ്ടും പറയും, ശ്രദ്ധിച്ചിരിക്കണം. നോക്കൂ. 1 2 3 4 5 6 0 0 1. അപ്പൊ ഇതാണ് ആര്? മാട്രിക്സ് എ. ഇതാണ് ആര്? മാട്രിക്സ് എ. അപ്പൊ ടീച്ചർ ഇതിന്റെ അഡ്ജോയിന്റ് എഴുതാൻ പോകുന്നു കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം എന്താണ് മാട്രിക്സ് എന്നത് അതേപോലെ തന്നെ പകർത്തുക. അതേപോലെ തന്നെ പകർത്തുക. നോക്കിയേ 1 2 3 4 5 6 0 0 1. എന്താ ചെയ്തത്? ആദ്യത്തെ സ്റ്റെപ്പ് ഏത് മാട്രിക്സിന്റെ ആണോ അഡ്ജോയിന്റ് കാണേണ്ടത് അതേ മാട്രിക്സ് അതേപോലെ തന്നെ അവിടെ പകർത്തി വെക്കുക. വെച്ചിട്ടുണ്ടല്ലോ? വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് കോളവും സെക്കൻഡ് കോളവും അതേപോലെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതുക. വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഫസ്റ്റ് കോളം ഇവിടെ എടുത്തെഴുതുക, നാലാമത്തെ കോളമായിട്ട് എടുത്തെഴുതുക, രണ്ടാമത്തെ കോളം എടുത്ത് അഞ്ചാമത്തെ കോളമാക്കി എടുത്ത് എഴുതുക. അതായത് ഫസ്റ്റും സെക്കൻഡും വീണ്ടും അപ്പുറത്തേക്ക് എടുത്ത് എഴുതുക. തിരിച്ചെഴുതരുത് കേട്ടോ. കറക്റ്റ് വീണ്ടും ഫസ്റ്റ് എഴുതാം 1 4 0 നെക്സ്റ്റ് 2 5 0. കിട്ടിയില്ലോ? കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്താ ചെയ്തത്? ആദ്യം മാട്രിക്സ് എഴുതി, പിന്നെ എന്ത് ചെയ്തു? ഫസ്റ്റ് കോളവും സെക്കൻഡ് കോളവും റിപ്പീറ്റ് ചെയ്തു. നെക്സ്റ്റ് ഫസ്റ്റ് റോ, ഈ വലിയ റോയില് ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ആദ്യം 2 കോളം റിപ്പീറ്റ് ചെയ്തു. ഇപ്പൊ 5 എലമെന്റ് ഉണ്ട് ഒരു റോയില് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും രണ്ടാമത് റിപ്പീറ്റ് ചെയ്യണം. റിപ്പീറ്റ് ചെയ്യട്ടെ. 1 2 3 1 2 നെക്സ്റ്റ് 4 5 6 4 5. വീണ്ടും പറയാണ്. ആദ്യം എന്താ ചെയ്തത്? മാട്രിക്സ് എടുത്ത് എഴുതി, പിന്നെ എന്ത് ചെയ്തു? ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് തേർഡ് കോളവും ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും റിപ്പീറ്റ് ചെയ്തു. ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും റിപ്പീറ്റ് ചെയ്തു. ഇപ്പൊ എന്ത് മാട്രിക്സ് ആയിട്ടിരിക്കുന്നത്? ഒരു 5 by 5 മാട്രിക്സ് ആണ് അല്ലെ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ. ഇത് ഇങ്ങനെ വെട്ടുക. ഫസ്റ്റ് കോളം ഫസ്റ്റ് വെട്ടിക്കളയുക. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അത് നമുക്ക് വേണ്ട. ഓക്കെ. അടുത്ത സ്റ്റെപ്പ് നമ്മൾ നേരെ അഡ്ജോയിന്റിലേക്ക് കിടക്കാണ്. ഇത്രയേ ഉള്ളൂ. ഈ സെക്ഷൻ കണ്ടു? ആദ്യത്തെ സെക്ഷൻ ഈ രണ്ടുപേരെ ഇവരിങ്ങനെ ഡിഫറൻറ്റ് കാണാം. 5 × 1 - 6 × 0. ഓക്കെ. അപ്പൊ എന്തൊരു 5 × 1 5 അല്ലേ. 5 - 0. അപ്പൊ എന്താ വരിക? 5. നെക്സ്റ്റ് അടുത്ത എലമെന്റ് ഇവ രണ്ടുപേരും 0 × 3 0 0 - 2 -2. ഓക്കെ. -2. ടീച്ചർ എഴുതിയത് കണ്ടോ? ചെയ്യുന്നത് താഴത്തേക്കാണ് പക്ഷെ എഴുതുന്നത് ഇങ്ങോട്ടേക്കാണ്. ചെയ്യുന്നത് താഴത്തേക്കാണ് പക്ഷെ എഴുതുന്നത് നേരെയാണ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് അടുത്തതാരാ ചെയ്യുന്നത്? ഇവർ രണ്ടുപേരും എന്താ ചെയ്യേണ്ടത്? 6 × 2 12 അല്ലേ. 12 - 15. അപ്പൊ എന്ത് വരും? -3. അപ്പൊ എന്താ ഉണ്ടായത്? നമ്മള് ഇവരെങ്ങനെ ക്രോസ് ചെയ്തു. അത് താഴത്തേക്ക് ചെയ്യുന്നു പക്ഷെ എങ്ങനെ എഴുതുന്നു? നേരെ എഴുതുന്നു. താഴത്തേക്ക് ചെയ്യുന്നു, നേരെ എഴുതുന്നു. അപ്പൊ ഫസ്റ്റ് റോ ആയിട്ടാ. ഇനി സെക്കൻഡ് റോ വരാ എങ്ങനെ ചെയ്യാം അല്ലെ. 6 × 0 0 - 4 -4. നെക്സ്റ്റ് 1 - 0 which is equal to 1. 12 - 6. അപ്പൊ എന്ത് വരും?
6 അല്ലേ? നെക്സ്റ്റ് ഇവിടെ എന്താ അടുത്ത, അപ്പൊ എന്ത് ചെയ്തു, താഴത്തേക്ക് ചെയ്തു, നേരെ എഴുതി. കോളമാണ് ചെയ്തത്, പക്ഷെ എന്താണ് എഴുതിയത്, റോ ആയിട്ടാണ് എഴുതിയത്. നെക്സ്റ്റ് എന്താ ഇവിടെ അല്ലെ, 0 - 0 which is equal to 0, 0 which is equal to 0, 5 - 8. അപ്പൊ എന്ത് വരും, മൈനസ്. ഇതാണ് ആരെന്ന് പറയുന്നത്, അഡ്ജ്. ക്ലിയർ ആണല്ലോ? അഡ്ജ് എന്താ ചെയ്തത് ഒന്നുകൂടി പറയട്ടെ, ഇച്ചിരി ഒന്നും കൂടി പറയാണ്. ഏത് മാട്രിക്സ് തന്നെയാണോ അഡ്ജോയിന്റ് കണ്ടത് ആ മാട്രിക്സിനെ അതേപോലെ റിപ്പീറ്റ് ചെയ്തില്ലേ? റിപ്പീറ്റ് ചെയ്തത് എന്ത് ചെയ്തു, ഫസ്റ്റ് കോളവും സെക്കൻഡ് കോളവും വീണ്ടും എടുത്തെഴുതി. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് റോ ഫുൾ റോ എടുത്ത് ഫസ്റ്റ് റോയും എഴുതി, സെക്കൻഡ് റോയും എടുത്ത് വീണ്ടും എഴുതി. അപ്പൊ ഒരു 5x5 മാട്രിക്സ് കിട്ടി. അതില് ഒന്നാമത്തെ റോയും ഒന്നാമത്തെ കോളവും നമുക്ക് വേണ്ട, അത് ഡിലീറ്റ് ചെയ്തു. പിന്നെ താഴത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു, നേരെ എഴുതുന്നു. താഴത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു, നേരെ എഴുതുന്നു. താഴേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു, നേരെ എഴുതുന്നു. അപ്പോൾ ഇതായിരിക്കുന്നു നമ്മുടെ അഡ്ജോയിന്റ് ഓഫ് എ. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആയില്ല? ഈ രീതിയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോ ടീച്ചർ കുറെ സമയം എടുത്തു. നിങ്ങൾക്ക് 30 സെക്കൻഡ് വേണ്ട, ഇത് 20 സെക്കൻഡിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യും, ഇത് ചെയ്ത് കഴിയാൻ സാധിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യൂ. ടീച്ചർ എഴുതിയ സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾ സാധിക്കുമെന്ന് നിങ്ങൾ എഴുതി വെച്ചോളൂ. അതൊന്ന് എഴുതി വെച്ചോളൂ. എന്താണ് ചെയ്തതെന്ന് മറക്കരുത്. ഇടയ്ക്കിടയ്ക്കുന്ന അഡ്ജോയിന്റിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. പുതുതായിട്ട് കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് നോക്കണം, ഇല്ലെങ്കിൽ മറന്നു പോകും. നിർബന്ധമായിട്ടും ഇത് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. മക്കൾ നിർബന്ധമായിട്ടും പഠിക്കണം. കേട്ടല്ലോ? ഇതൊന്ന് നോട്ട് ചെയ്തോളൂ. അപ്പൊ കുട്ടികളെ, നമുക്ക് അഡ്ജോയിന്റ് ഓഫ് എ മാട്രിക്സിന്റെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇയാളാണ് കുറച്ച് വലിയൊരു പുള്ളി ഇതിനകത്ത്. അതിന് ഇയാൾക്കുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ അഡ്ജോയിന്റിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഒരു ഇക്വേഷനെ മാത്രം ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ ആ ഇക്വേഷൻ വൃത്തിയായിട്ട് മക്കൾ എന്ത് ചെയ്യണം, പഠിക്കണം. അത്രേ ഉള്ളൂ, എളുപ്പമാണ്. നോക്കൂ, a into adj a which is equal to adj a into a equal to dit a into I. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. a into adj a equal to adj a into a which is equal to dit a into I. അതായത് എന്താണ് ഇത്, ഇതിനുള്ളത് എന്തൊക്കെ മനസ്സിലാക്കാം. വളരെ ബേസിക് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, എല്ലാ മക്കളും ശ്രദ്ധിച്ചോളൂ. ഇത് ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നോക്കുന്നത്. a into adj a equal to adj a into a. സാധാരണ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ? അല്ല. സാധാരണ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻസ് ഒന്നും കമ്മ്യൂട്ടേറ്റീവ് അല്ല. നമ്മൾ നോക്കൂ, ഡിറ്റർമിനന്റ് പറഞ്ഞു തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ എന്തിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, സ്ക്വയർ മാട്രിക്സിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എ എന്ന് പറയുന്ന മാട്രിക്സിന്റെ അഡ്ജോയിന്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതെന്താകുന്നു, കമ്മ്യൂട്ടേറ്റീവ് ആകുന്നു. എല്ലാ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷനും ഇനിയിപ്പോ സ്ക്വയർ മാട്രിക്സ് ആണെങ്കിൽ കൂടി ആ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്താവണമെന്നില്ല, പോസിബിൾ ആവാം, പക്ഷെ ഈക്വൽ ആവുന്ന യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷെ ഒരു മാട്രിക്സ് അയാളുടെ അഡ്ജോയിന്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതെന്തായി മാറുന്നു, കമ്മ്യൂട്ടേറ്റീവ് ആയിട്ട് മാറുന്നു. ഓരോന്നിന്റെയും ഇന്നർ മീനിങ് വൃത്തിയായിട്ട് മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് ഐ. എന്താ പറയുക, ഡിറ്റർമിനന്റ് ഓഫ് ഐ. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്ന വിചാരിക്കുന്നു. ഡിറ്റർമിനന്റ് ഓഫ് ഐ ഇതിപ്പോ ഒരു 3x3 മാട്രിക്സ് ആണെന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്നത് 3x3 മാട്രിക്സ് ആണെന്ന്, അല്ലെങ്കിൽ വേണ്ട n/n മാട്രിക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഡിറ്റ് എ ഇൻറ്റു ഐ, ഡിറ്റ് എ ഇൻറ്റു ഐ. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, n/n മാട്രിക്സ് ആണ് കേട്ടോ. അപ്പൊ 1 0 0 എക്സെട്ര എത്ര എണ്ണം, n0 n എണ്ണം വെക്കുക. അടുത്തത് 0 1 0 എക്സെട്ര 0. നെക്സ്റ്റ് ഇങ്ങനെ പോയി 0 0 0 സംതിങ് എക്സെട്ര. ഇവിടെ എന്താ വരിക, 1. ഇതാണ് എന്ത്, n/n ഓർഡറുള്ള ഐഡന്റിറ്റി മാട്രിക്സ്. ഇതിനെ ഡിറ്റ് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിറ്റ് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിറ്റ് എന്ന് പറയുന്നത് ആരാണ്, ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ്, ഒരു കോൺസ്റ്റന്റ് ഒരു മാട്രിക്സിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക, സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ, എല്ലാവരെയും മൾട്ടിപ്ലൈ ചെയ്യുക. പക്ഷെ ഇവിടെ 1 ഉള്ളടത്ത് മാത്രമല്ലേ വരുള്ളൂ, ബാക്കിയെല്ലാം എന്താണ്, 0 അല്ലേ. അപ്പൊ ഡിറ്റ് എ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു ഡിറ്റ് എ, ബാക്കിയെല്ലാം 0. ഇവിടെ 1 ഇൻറ്റു ഡിറ്റ് എ, ബാക്കിയെല്ലാം 0 എക്സെട്ര 0. അടുത്തവിടെ എന്താ വരിക, 1 ഇൻറ്റു ഡിറ്റ് എ. അതായത് ഇറ്റ് ഈസ് എ സ്കെലാർ മാട്രിക്സ്. എന്താണ്, ഇറ്റ് ഈസ് എ സ്കെലാർ മാട്രിക്സ്.
അപ്പൊ എങ്ങനെയാണെന്ന് മനസ്സിലായോ ഈ സ്കെലാർ മാട്രിക്സ് എന്നുള്ള പേര് വന്നത്? ഈ ഐഡന്റിറ്റി മാട്രിക്സിന് വേറൊരു പേരാണ് കേട്ടോ, യൂണിറ്റ് മാട്രിക്സ് എന്നും പറയും, യൂണിറ്റ് മാട്രിക്സ് എന്നും പറയും. ഈ യൂണിറ്റ് മാട്രിക്സ് അല്ലെങ്കിൽ ഐഡന്റിറ്റി മാട്രിക്സിനെ ഒരു സ്കെലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സ്കെലാർ മാട്രിക്സ് കിട്ടുന്നത്. അങ്ങനെയാണ് ആ പേര് സ്കെലാർ മാട്രിക്സ് എന്നുള്ള പേര് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ എ ഇൻറ്റു അഡ്ജ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് മനസ്സിലായി. അയാളുടെ രൂപം എന്തായിരിക്കും? ഐഡന്റിറ്റി മാട്രിക്സ് സ്കെലാർ മാട്രിക്സ് ആണ്. എന്തായിരിക്കും? ഡയഗണൽ ഫുൾ എന്തായിരിക്കും? ഡിറ്റർമിനന്റ് കെ. ഈ ഒരു രൂപം മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഇനി ഇതിൽ നിന്നാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. ഇനി അഡ്ജോയിന്റ് എയെ പറ്റി എന്ത് ചോദിച്ചാലും, അഡ്ജോയിന്റ് എയെ പറ്റി ആ ഇക്വേഷൻ ഉപയോഗിച്ച് എന്ത് ചോദിച്ചാലും നമ്മൾ ഈ ഇക്വേഷൻ ഇത് ഉപയോഗിച്ചാണ് കണ്ട് പിടിക്കേണ്ടത്. അപ്പൊ മക്കൾ ഇത് ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒഴിവാക്കരുത്. ഇത് മക്കൾ എന്തായാലും എന്ത് ചെയ്യണം? കൃത്യമായിട്ട് തലയ്ക്ക്. ഇത്രയേ ഉള്ളൂ. എ ഇൻറ്റു അഡ്ജ് എ ഈക്വൽ ടു അഡ്ജ് എ ഇൻറ്റു എ ഈക്വൽ ടു ഡിറ്റ് എ ഇൻറ്റു ഐ. അതിന്റെ ഫിഗർ നമുക്ക് മനസ്സിൽ ഉണ്ടാവണം. എ ഇൻറ്റു അഡ്ജ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടേറ്റീവ് ആണാലും എന്താണത്? സ്കെലാർ മാട്രിക്സ് ആണ്. ഡയഗണൽ ആയിരിക്കുകയും ചെയ്യും, ഡിറ്റർമിനന്റ് ഓഫ് എ ആയിരിക്കുകയും ചെയ്യും. ക്ലിയർ ആണല്ലോ? കിട്ടിയല്ലോ? കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ടുള്ള ഒരു കാര്യം ഇതാണ്, എ ഇൻവേഴ്സ്. എന്താണ് എ ഇൻവേഴ്സ്? എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജ് എ ഡിവൈഡ് ബൈ ഡിറ്റ് എ. ഇതിനാണ് കിട്ടുന്നത് അല്ലേ? എന്താ ചെയ്യുന്നത്? എ ഇൻവേഴ്സ് എല്ലാവർക്കും ഉണ്ടാവണം നിർബന്ധമില്ല. എക്ക് ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മുടെ ഈ മാട്രിക്സിന് ഉണ്ടെന്ന് വിചാരിക്കുക, ഇതിനെന്തെന്ന് വിചാരിക്കുക? ഇൻവേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്? ഇതിന് ഈ രണ്ട് ഭാഗം മാത്രം എടുത്താൽ മതിയെ. ഇതിന് ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇതിനെന്ത് ചെയ്യാണ്? ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഞാൻ റൈറ്റ് സൈഡിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്ത് വരും? അഡ്ജ് എ ഇൻറ്റു ഇവിടെ എന്ത് ചെയ്തു? എ ഇൻവേഴ്സ്. അതുപോലെ ഇപ്പുറത്തും എന്ത് ചെയ്തു? എ ഇൻവേഴ്സ്. റൈറ്റ് സൈഡിൽ തന്നെ ചെയ്യണം. അപ്പൊ ഇവിടെ എ ഇൻറ്റു ആരുണ്ട്? എ ഇൻവേഴ്സ്. എ ഇൻറ്റു എ ഇൻവേഴ്സ് ആരാ? ഐ. എ ഇൻറ്റു ഇൻവേഴ്സ് ആരാണ്? ഐ. അപ്പൊ ഇത് ഐ ആവുമ്പോ അഡ്ജ് എ ഇൻറ്റു ആരായി? ഐ. അഡ്ജ് എ ഇൻറ്റു ഐ എന്ന് പറയുമ്പോൾ ആര് തന്നെയാണ്? അഡ്ജ് എ. അപ്പൊ ഈ ഭാഗത്തിന് ആര് മാത്രമേ ഉള്ളൂ? അഡ്ജ് എ മാത്രമേ ഉള്ളൂ. ഞാനിപ്പോ എന്താ ചെയ്തത്? ഞാനിപ്പോ അത് എഴുതുന്നില്ല. എ ഇൻവേഴ്സ് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാണ്. ഈ രണ്ട് ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യാണ്. റൈറ്റ് സൈഡിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഞാൻ റൈറ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പൊ ഇതിന് ഏത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ടീച്ചർ റൈറ്റ് സൈഡിൽ ചെയ്യുന്നു. ഇതിന്റെ റൈറ്റ് സൈഡിൽ ഇവിടെയും എ ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാണ്, ഇവിടെയും എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ ഇവിടെ എ ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെയും എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇതാരായി മാറി? ഐ. ഇതാരായി മാറി? ഐ. അപ്പൊ ഐ ഇൻറ്റു അഡ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? അഡ്ജ് എ വിച്ച് ഇസ് ഈക്വൽ ടു, ഇനി ഇവിടെ നോക്കൂ, ഐ ഇൻറ്റു ഐന്റെ കൂടെ ഏത് മാട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്താലും അത് ആരായി മാറും? അതേ മാട്രിക്സ് ആയി മാറി. കാരണം എന്താണ്? അത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആണ്. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആരാണ്? എ ഇൻവേഴ്സ് അല്ലേ? ഇൻറ്റു ഡിറ്റ് എ. ഡിറ്റയുടെ ഓർഡർ ഉണ്ട്. ഞാൻ ഡിറ്റ് അല്ലെങ്കിൽ ഇവിടേക്ക് കൊടുത്തു, താഴത്തേക്ക് കൊടുത്തു. അപ്പൊ എന്താണ്ടായത്? അഡ്ജ് എ ഡിവൈഡ് ബൈ ഡിറ്റ് എ ഈക്വൽ ടു ഇൻവേഴ്സ്. ഇങ്ങനെയാണ് ഈ ഇക്വേഷൻ ഉണ്ടാവുന്നത്. അപ്പൊ എ ഇൻവേഴ്സ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് വേറൊരു ഇക്വേഷൻ ആണ്, ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജ് എ. ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജ് എ. ഇങ്ങനെ അഡ്ജോയിന്റിനെ പറ്റി എന്ത് ചോദിച്ചാലും അതൊക്കെ ഇതെന്നാണ് കണ്ടുപിടിക്കുന്നത്. ഇതെന്നാണ് കണ്ടുപിടിക്കുന്നത്. ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജ് എ ഇതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ടീച്ചർ ഇതും കൂടെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ എന്ത് ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനുള്ള നേരം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. അപ്പൊ അത് എങ്ങനെയാണെന്നാണ് ഇപ്പൊ കാണിച്ചു തരുന്നത്. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജ് എ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് രണ്ടും തന്നെ എടുക്കാം. അതായത് അഡ്ജ് എ ഇൻറ്റു എ വിച്ച് ഇസ് ഈക്വൽ ടു ഡിറ്റ് എ ഇൻറ്റു ഐ. ഓക്കെ, നമ്മളുടെ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് അല്ലേ? അപ്പൊ ഇയാൾക്ക് ഡിറ്റർമിനന്റ് വേണമല്ലേ? ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റില്ല, ടോട്ടലായിട്ട് ചെയ്യണം. അപ്പൊ ഇതിന്റെ ഡിറ്റർമിനന്റ് കൊടുത്തു. ഇവിടെ കൊടുക്കുമ്പോൾ ഈ ഭാഗത്ത് ഞാൻ എന്ത് ചെയ്തു? ഡിറ്റർമിനന്റ് കൊടുത്തു. ഓക്കെ ആണല്ലോ? ആണ്. അപ്പൊ നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷന്റെ ഉള്ളിലേക്ക് ആരെ കയറ്റാൻ സാധിക്കും? ഡിറ്റർമിനന്റിനെ കയറ്റാൻ സാധിക്കും. അപ്പൊ ഈ ഡിറ്റ് എന്ത് ചെയ്യാം? രണ്ട് പേർക്കും കൊടുക്കാം. അഡ്ജ് എക്ക് കൊടുക്കാം, എക്ക് കൊടുക്കാം. അപ്പൊ ഡിറ്റ് അഡ്ജ് എ ഇൻറ്റു ഡിറ്റ് എ വിച്ച് ഇസ് ഈക്വൽ ടു, നോക്കൂ, ഐ എന്ന് പറയുന്ന മാട്രിക്സിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കല്ലേ? അപ്പൊ ഡിറ്റർമിനന്റിന്റെ ഉള്ളിൽ നിന്ന് ഒരു കോൺസ്റ്റന്റ് പുറത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണ് പുറത്തേക്ക് വരിക? പവർ ആയിട്ട് ആരുണ്ടായിരിക്കും? പവർ ആയിട്ട് അതിന്റെ ഓർഡർ ഉണ്ടായിരിക്കും. നമ്മൾ n/n മാട്രിക്സ് ആണെന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഡിറ്റ് എ പുറത്തേക്ക് വരുമ്പോ ഡിറ്റ് എ റേസ് ടു n, കാരണം ഡിറ്റ് എന്ന് പറയുന്നത് ഒരു സ്കെലാർ ആണ്, ഒരു നമ്പർ ആണ്, ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ഐ. ഓക്കെ ആണല്ലോ? ഡിറ്റർമിനന്റ് ഓഫ് കെ എ എന്ന് പറയുന്നത് കെ റേസ് ടു n ഇൻറ്റു ഡിറ്റ് എ ആണ്. അതുപോലെ ഡിറ്റ് എ പുറത്തേക്ക് വരുമ്പോൾ ഡിറ്റ് എ ഹോൾ റേസ് ടു n ഇൻറ്റു ബാക്കിയുള്ള മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഓഫ് ഐ. ഡിറ്റർമിനന്റ് ഓഫ് ഐ എത്രയാണ് മക്കളെ? 1. ഡിറ്റർമിനന്റ് ഓഫ് ഐ എത്രയാണ്? 1. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്താൽ മതി? അഡ്ജോയിന്റിന്റെ ഡിറ്റർമിനന്റ് അല്ലേ കണ്ടുള്ളൂ.
ഇയാളോട് ആവശ്യമില്ലല്ലോ, ഇയാൾ അപ്പുറത്തേക്ക് കൊടുക്കുക. ഇയാൾ എന്താ ചെയ്യുക? അപ്പുറത്തേക്ക് കൊടുക്കുക. അപ്പൊ അഡ്ജ് എ ഇസ് ഈക്വൽ ടു ഡിറ്റ് എവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ n-1. അപ്പൊ ഡിറ്റ് എ റേസ് ടു n-1. അപ്പൊ അഡ്ജ് എ ഈക്വൽ ടു ഡിറ്റ് എ റേസ് ടു n-1. അതായത് അപ്പൊ ഈ ഇക്വേഷൻ പഠിക്കണം. ഈ ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിക്കണം. എന്താണ്? അഡ്ജോയിന്റിന്റെ ഡിറ്റർമിനന്റ് കാണാൻ ഒരു മാട്രിക്സ് വരും, എന്നിട്ട് പറയും അതിന്റെ അഡ്ജോയിന്റ് ഡിറ്റർമിനന്റ് കാണൂ. അപ്പൊ നമ്മൾ അതിന്റെ അഡ്ജോയിന്റ് കാണാനും ഡിറ്റർമിനന്റ് കാണാനൊന്നും ചെയ്യണ്ട. എ നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പൊ എയുടെ ഡിറ്റർമിനന്റ് കാണുക, പവർ എന്ത് ചെയ്യുക? ഓർഡർ -1, n-1, അതായത് ഓർഡർ -1. അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യൂട്ടികളെ.